ഇവിടെ മരക്കാര് പറഞ്ഞു CPM-ഉം BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഇനി വിശ്വസിക്കാതിരിക്കില്ല എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് സ്നേഹത്തോടെ തിരുത്താൻ ആഗ്രഹിക്കുക. CPM-ഉം BJP-യും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ ഇനി കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഇപ്പൊ അത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, അതൊരു ഘടകകക്ഷി ബന്ധമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലേ മാഷെ? പണ്ടൊക്കെ രഹസ്യധാരണ എന്നൊക്കെയാ പറഞ്ഞിരുന്നത്, ഇപ്പൊ പരസ്യമായ ബാന്ധവമാണ്. പരസ്യമായ ബാന്ധവം. ഞാൻ കുറച്ചായിട്ട് വടകരയിലാണല്ലോ, നമുക്ക് അറിയാലോ. ഇപ്പൊ വടകരയില് ഒരു വനിതാ ലീഗ് പ്രവർത്തകയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞു. എന്താന്ന് വെച്ചാൽ എന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയതിനും പ്രകടനം നടത്തിയതിനും കല്യാണ നിശ്ചയം നടക്കുന്നതിന്റെ തലേ ദിവസം അവരുടെ വീടിന് നേരെ ബോംബെറിയാണ്. കളത്തിലെ വീടിന് നേരെ ബോംബെറിയും. ഒരു RMP പ്രവർത്തകന്റെ വീട്ടിനകത്തേക്ക് ബോംബെറിഞ്ഞു. വീട്ടിനകത്തേക്ക് ബോംബെറിഞ്ഞു എന്ന് പറയുമ്പോൾ ചന്ദ്രേട്ട, വീട്ടിലെ കുട്ടികൾ ഡൈനിങ് ഹാളിന്റെ തൊട്ടടുത്ത് പിന്നെ ഇരിക്കുന്ന സമയത്ത്, തൊട്ടപ്പുറത്തെ ബെഡ്റൂമിൽ ചെറിയ കുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ എറിഞ്ഞ ബോംബ് ജനലിന്റെ ചില്ല് തകർത്ത് അതിന്റെ ഉള്ളിൽ പോയി പൊട്ടി. കുട്ടികൾ പേടിച്ച് കട്ടിലിന്റെ അടിയിലേക്ക് ഓടി. എന്താണ് സംഭവിക്കുന്നത്? കൊച്ചു കുട്ടികളുടെ ഒരു വീട്ടിലേക്ക്. മണിയൂരിൽ നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ബാലേട്ടന്റെ വീട്ടിനകത്തേക്ക് ബോംബെറിഞ്ഞു. അപ്സ്റ്റെയറിൽ 1.5 വയസ്സുള്ള ഒരു കുട്ടി കിടന്നുറങ്ങുന്ന തൊട്ടടുത്ത റൂമിൽ 1.5 വയസ്സുള്ള കുട്ടി. ഈ 3 കേസിൽ ബോംബെറിഞ്ഞിട്ട് മാസങ്ങളായി ഇന്നേ വരെ പോലീസ് ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നേ വരെ ക്രമസമാധാന ചുമതലയുള്ള കേരളത്തിലെ പോലീസ് സംവിധാനം ഒരാളെ പോലും അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ? ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള പോലീസുകാരന് അതല്ല പണി. അതിന്റെ ചുമതലയുള്ള പോലീസുകാരന് RSSന്റെ സമാധാനം ഉറപ്പുവരുത്തലായിരുന്നു കേരളത്തിലെ പണി എന്നുള്ളത് ഇപ്പൊ ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു. ഹൊസബെല്ലയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, റാം മാധവുമായി കൂടിക്കാഴ്ച നടത്തുന്നു, വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഞാൻ നോക്കിയിട്ട് അടുത്ത കാലത്ത് K. സുരേന്ദ്രൻ പോലും ഇത്രയും RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയാൾക്ക് പോലും ഇത്രയും RSS നേതാക്കന്മാരൊക്കെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ കേരളത്തിന്റെ ADGP കാണുന്നു. കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ADGP കാണുന്നു. മാധ്യമങ്ങൾ അറിയുന്നില്ല, ഞാൻ അറിയുന്നില്ല, നിങ്ങൾ അറിയുന്നില്ല, രാഷ്ട്രീയ അറിയുന്നില്ല. രഹസ്യമായ കൂടിക്കാഴ്ച, പോലീസിന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് നടത്തുന്ന കൂടിക്കാഴ്ച, അടച്ചിട്ട മുറിയിൽ നടത്തുന്ന മണിക്കൂറുകൾ നീണ്ട ചർച്ച. തൃശൂരിലെ പൂരം കലക്കാൻ നേതൃത്വം നൽകുന്നു. കമ്മീഷണർ അഴിഞ്ഞാടി എന്ന് പറയുമ്പോ അതിന്റെ തലപ്പത്തൊരു ADGP ഇല്ലേ? ADGP കൂട്ടിനിന്നെന്ന് പറയുമ്പോ അതിന്റെ തലപ്പത്തൊരു DGP ഇല്ലേ? DGP കൂട്ടിനിന്നിട്ട് രാഷ്ട്രീയമായി തിരുത്താൻ നടപടിയെടുക്കാൻ അതിന്റെ തലപ്പത്തൊരു മുഖ്യമന്ത്രിയില്ലേ? ആഭ്യന്തര വകുപ്പ് മന്ത്രിയില്ലേ? മറുപടിയുണ്ടോ കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർക്ക്? 14 മണിക്കൂർ ഒരു സ്ഥലത്ത് പോലീസ് അഴിഞ്ഞാടുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ കേരളത്തിലൊരു സംവിധാനമില്ലേ? ആ സംവിധാനങ്ങൾ മുഴുവൻ നോക്കുകുത്തിയായി. തൃശൂരിൽ BJP പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറന്നതിന്റെ ക്രെഡിറ്റ് അത് സുരേഷ് ഗോപിക്കല്ല, ആ വീടിന്റെ ഐശ്വര്യം പിണറായി വിജയനാണ് എന്നുള്ളത് ഈ നടപടികളിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് നന്ദി പറയേണ്ടത് പിണറായി വിജയനോടാണ്. പോലീസ് ഒത്തുകളി നടത്തി, പോലീസ് കൂട്ടുനിന്നു. ഏലംകുളം മനക്കിലെ ശങ്കരൻ നമ്പൂതിരിപ്പാട് തൊട്ട് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ കാലത്ത്, ആഭ്യന്തരമന്ത്രിമാരുടെ കാലത്ത് ഇങ്ങനെ RSS നേതാക്കന്മാരുമായി പോലീസ് മേധാവികൾ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുന്നതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നെങ്കിൽ നടപടിയെടുക്കാൻ ഇത്ര വൈകുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഹൊസബെല്ലയുമായി അയാൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. സമയവും സ്ഥലവും എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. RSS നേതാക്കന്മാരുമായി ADGP എന്തിന് ചർച്ച നടത്തി? കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയണം. മുഖ്യമന്ത്രി കമാന്നൊരക്ഷരം ഉരിയാടിയില്ല. മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടില്ല, പത്രസമ്മേളനം വിളിച്ചില്ല, മറുപടികൾ പറഞ്ഞില്ല.
പഴഞ്ചൊല്ലുമില്ല, തള്ളുമില്ല, ഒന്നുമില്ല. ദിവസങ്ങൾ മുന്നോട്ട് വന്നതോടുകൂടി ചർച്ച നടത്തിയ നേതാക്കന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. അതിൽ RSS നേതാക്കന്മാരുടെ പട്ടിക വരുമ്പോ CPI പോലും പറഞ്ഞു ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. CPI പോലും പറഞ്ഞു ശാസനമാണ്. CPI പറഞ്ഞു അന്ത്യശാസനമാണ്. എന്നിട്ടും ADGPക്ക് മാറ്റമില്ല. എന്നിട്ടും ക്രമസമാധാന ചുമതലയിൽ നിന്നു മാറ്റാൻ ഇയാൾ തയ്യാറാവുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം, എന്താ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് RSSുമായി ഇത്ര ചർച്ച ചെയ്യാൻ? അതിന് കാരണം ഒന്നേ ഉള്ളൂ. DGPയുടെ റിപ്പോർട്ടിൽ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ്, പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന DGPയുടെ റിപ്പോർട്ടിൽ പറയുന്ന മൂന്നാമത്തെ പോയിന്റ്, ആ പോയിന്റിൽ പറയുന്നത് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താ? അജിത് കുമാറിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളല്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നമ്മൾ പറയുമ്പോ RSSനും CPMനും നടക്കുന്ന പാലം, പിണറായി വിജയനും RSSനും നടക്കുന്ന പാലം, ആ പാലത്തിന്റെ പേരായിരുന്നു അജിത് കുമാർ എങ്കിൽ ആ രാഷ്ട്രീയ കള്ളക്കച്ചവടത്തിന്റെ പാലം ഈ പാലക്കാട്ടെ ജനങ്ങൾ തകർക്കുന്ന ദിനങ്ങളാണ് ഇനി മുമ്പിൽ വരാനിരിക്കുന്നതെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട.